ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇപ്പോൾ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്കും, കോഴിക്കോട് നിന്ന് YS അഭിനന്ദും, കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്നിവയുടെ വിവരങ്ങൾ നൽകും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് സലിം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ് സലിം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, തെക്കൻ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് സലിം? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു തെക്കൻ കേരളത്തിൽ പ്രധാനമായ ഒരു വലിയ വാർത്താ ദിനമായി തന്നെ നിൽക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രപതിയുടെ സന്ദർശനമാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനമുണ്ട്, അതിശക്തമായ മഴയുണ്ട്, ഒപ്പം തന്നെ കായികമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളാണ് തെക്കൻ കേരളത്തിൽ ഇന്നുള്ളത്. രാഷ്ട്രപതിയുടെ സന്ദർശനം തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് വൈകുന്നേരമാണ് രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുന്നത്. 6:20 കേരളത്തിലേക്ക് എത്തും. അതിൻ്റെ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. 6:20 ഈ രാഷ്ട്രപതി ഇവിടേക്ക് എത്തിയാൽ അതിന് പിന്നാലെ തന്നെ രാജ്ഭവനിലേക്ക് പോകും. 6:45 രാജ്ഭവനിലേക്ക് എത്തുന്ന രാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിലാകും താമസിക്കുക. അതിന് പിന്നാലെ നാളെ രാവിലെ ഹെലിപ്പാഡിൽ നിലയ്ക്കലിലേക്ക് എത്തും. അതിനുശേഷം റോഡ് മാർഗം പമ്പയിലേക്ക് പോകും. ശബരിമല ദർശനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയെത്തും. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിലും പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കർശനമായ സുരക്ഷയാണ് നഗരത്തിൽ ഇതിനോടകം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സുരക്ഷ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വലിയ നിയന്ത്രണം തിരുവനന്തപുരം നഗരത്തിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മഴയുമായി ബന്ധപ്പെട്ടാകും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ എമ്പാടും ലഭിച്ചിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നറിയിപ്പുകളും ഒപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളുമാകും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരത്ത് തന്നെ ഈ നിലവിൽ 12 ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്നലെ രാത്രി തന്നെ പലയിടങ്ങളിലും കനത്ത മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലും അതിശക്തമായ മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി പെയ്യുന്ന ഈ തുലാവർഷത്തിൻ്റെ ഭാഗമായി തന്നെ മത്സ്യബന്ധനത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ ഒരു വലിയ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറാം എന്നുള്ളതാണ് നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രമായി നിൽക്കുന്ന ശബരിമല സ്വർണ്ണമോഷണ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദിവസങ്ങളായി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതിനിടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും ശേഖരിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2019 സ്വർണ്ണപ്പാളി സ്വീകരിച്ച അനന്ത സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, 18 മണിക്കൂറിലധികമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇത്ര മണിക്കൂറിലധികമായി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതിയുടെ ആദ്യ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ നേരിട്ടെത്തിയാകും കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ശേഖരിച്ച മൊഴികളുടെ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിക്കും. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ലഭിച്ച രേഖകളും മൊഴികളും റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ. ശരി സലീം, ഏതായാലും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സലിം മാലിക്. ഇനി കോഴിക്കോട്ടേക്കാണ് YS അഭിനന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് നിന്ന് ഒപ്പം വടക്കൻ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് അഭിനന്ദ്? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടേക്ക് ഇന്ന് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ഉണ്ട്. ജില്ലയിൽ ഇന്ന് തുടരുന്നുണ്ട്. അദ്ദേഹം പ്രധാനമായും 3 പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്ന് കല്ലുത്താൻ കടവ് ന്യൂ പാളയം മാർക്കറ്റ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രതിഷേധങ്ങൾ ഈ കല്ലുത്താൻ കടവ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നിലവിലുള്ള പാളയം മാർക്കറ്റ് നവീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യമായിരുന്നു പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ന്യൂ പാളയം മാർക്കറ്റ് കല്ലുത്താൻ
കടവിലേക്ക് മാറ്റുന്നതിനെതിരെ ധാരാളം പ്രതിഷേധങ്ങൾ കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോഴും അത് തുടരാൻ തന്നെയുള്ള നീക്കത്തിലേക്കാണ് പ്രദേശവാസികൾ കടന്നിരിക്കുന്നത്. അവർ കാലങ്ങളായി ആവശ്യപ്പെട്ടതിനെ മറികടന്നുകൊണ്ട് ആഡംബരമായി ഇത്തരത്തിലേക്ക് നിർമ്മിക്കുന്നതിനകത്ത് കോർപ്പറേഷനും സർക്കാരിനും താല്പര്യങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, കോഴിക്കോട്ടെ മഴയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇന്നലെ നഗരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. നഗരത്തിന്റെ മലയോര മേഖലകളിൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂർ മഴയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങി എല്ലാ ജില്ലകളിലും ഇന്ന് മലബാറിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും മുഖ്യമന്ത്രി ജില്ലയിൽ എത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സംഭവവികാസങ്ങളിലെ കാര്യങ്ങൾ എത്തുമെന്നത് ഏറ്റവും പ്രധാനമാണ്. ഹിജാബ് വിവാദം കത്തുനിൽക്കുന്ന സാഹചര്യത്തിൽ മതനേതാക്കളുമായി കൂടിക്കാഴ്ച അടക്കം ശരി. വൈഎസ് അഭിനന്ദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണ് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. മധ്യ കേരളത്തിൽ എന്തൊക്കെ പ്രധാന വാർത്തകൾ അമൽ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഏതായാലും ഇന്ന് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണപ്പാളി വിവാദം, അതുപോലെ തന്നെ ഹാൽ സിനിമ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഇന്ന് ആ വിഷയം വീണ്ടും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം. ഇങ്ങനെ ഇന്ന് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കാലാവസ്ഥയിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ കൊച്ചിയുടെ തീരപ്രദേശങ്ങളെ അടക്കം വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിലുള്ളത്. അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി നമ്മൾ ഈ ഒരു നോക്കുമ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഈ ഒരു കേസ് വരികയാണ്. SIT ടീം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായാണ് അന്വേഷണ സംഘം ആദ്യത്തെ റിപ്പോർട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ണികൃഷ്ണ പോറ്റിയെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി, അത് പ്രത്യേകിച്ചും ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും അടക്കം കൊണ്ടുപോയി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചെല്ലാം ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഒപ്പിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങിയ സുബ്രഹ്മണ്യത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെയാണ് സെന്റ് റീത്ത സ്കൂൾ പള്ളുരുത്തിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വാർത്തകളും. ഈ ഒരു കാര്യത്തിൽ കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ TC നേരത്തെ മേടിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടപെടുകയും സ്കൂൾ മാനേജ്മെന്റിന് അനുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, അല്ലെങ്കിൽ TC വാങ്ങുന്നത് വൈപ്പിക്കാനാണ് പിതാവിന്റെ ശ്രമം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.